Oh guys, we are coming. Yeah. We are on the way to explore എന്താണ് മെക്സിക്കൻ ഭാരത. ഹായ്. അപ്പോൾ നമ്മൾ മൂന്നാർ നമ്മുടെ ക്യാമ്പിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിലാണ്. ഇപ്പോൾ പാലക്കാട് എത്തി. നമ്മുടെ വണ്ടി ടീ ബ്രേക്ക് എടുത്താണ്, വണ്ടി ചാർജിങ്ങിലാണ്. ആൻഡ് ഇവിടെ ഒരു ടീ ബ്രേക്ക്, നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ഗൈസ്, ഒരു നോൺ വെജ് ആയിട്ടുള്ള ഇർഷു എന്നൊരു പൊരിച്ച മീൻ മാത്രമാണ് എടുത്തത്. നാടൻ ചോറിൽ ഞങ്ങൾ ഒതുങ്ങി കൂടുകയാണ്. എന്തിന് കുറച്ച് സങ്കടം? അതെ, അതിനെന്താ സങ്കടം? നല്ലതല്ലേ? ഓക്കെ. ഷഫീഖ് നല്ല മീൻ പൊരിച്ചതും നല്ല അടിപൊളി പാലക്കാട് ചോറ്. എൻ്റെ എക്സ്പ്രഷൻ കൂടി. ഓ എൻ്റെ മോനെ കൊണ്ടുപോയി എന്നാ പറയണേ. സെറ്റ് ഫീല്. ഓക്കെ, ഈ യാത്രയിൽ നമ്മൾ ഘോരവനത്തിലൂടെയാണ് പോകുന്നത്. ഒരു റിസർവ് ഫോറസ്റ്റ് റൂട്ടാണിത്. ഒരു അണ്ണാമലൈ നല്ലൊരു തുടക്കം കൊടുക്കണം. എന്താണ് മറയൂർ റൂട്ടാണ്. മറയൂർ മൂന്നാർ റൂട്ടിലേക്കാണ് പോകുന്നത്. ഇതൊരു വൺ സൈഡ് റോഡാണ് അല്ലേ? മീൻസ് രണ്ട് വണ്ടികൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡാക്കിയാൽ മാത്രം പോകാനുള്ള അത്രയും നേരെ റൂട്ടാണ്. നേരെയുള്ള ഒരു റഷ്, ഒരു എന്താ പറയാ, വളരെ സ്പേസ് കുറഞ്ഞ റോഡാണ്. പക്ഷെ എന്തുകൊണ്ടും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയി പോയി. നമ്മൾ ഒരിക്കലും ഈ റോഡ് പ്രതീക്ഷിച്ച് വന്നവരല്ല, പക്ഷെ എങ്ങനെയൊക്കെയോ ഈ റോഡിൽ എത്തിപ്പെട്ടതാണ്. ബോർഡൊക്കെ കാണുന്നുണ്ട്. പുലിയുണ്ട്. പിന്നെ അവിടുന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞ് ആന ഒക്കെ ഉള്ള ടൈമാണ്, ഒരുപാട് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പണ്ടാരോ പറഞ്ഞിട്ടുണ്ടോ, ഓരോ പുതിയ വഴികളും ഓരോ പുതിയ ഓർമ്മകളാണ് സമ്മാനിക്കുന്നതാണ്. ശരിക്കും അതൊരു നല്ലൊരു മീനിങ്ഫുൾ ആയിട്ടുള്ളൊരു വേർഡാണെന്ന് ശരിക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതുവരെ അനുഭവിക്കാത്ത ഓരോ സംഗതി ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഇട്ടപ്പോ തെറ്റിയതാണെങ്കിലും നമ്മൾ എത്തിപ്പെട്ട വഴി വളരെ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും മാമൻ തെറ്റിച്ചതാണെങ്കിലും പക്ഷെ കൊണ്ടിട്ട് നല്ല സ്ഥലത്താണ്. ഞാൻ പറഞ്ഞ പഴയ ആള് ആരാണ്? പണ്ട് പറഞ്ഞ അറിയില്ല, ആരോന്ന് പറഞ്ഞ് ഇവിടുന്ന് കേട്ടത് എവിടെന്നോ അവന്റെ വകയിലൊരു ഉപ്പുപ്പയാണെന്ന് പറഞ്ഞതാണെന്നാണ്. എന്നാ ഈ കാട്ടുവഴി അവസാനിപ്പിച്ചാലോ വീഡിയോ? ഓക്കെ. ആകെ സീനാണ്. ഒരാളെന്താ 3 പ്രസവം കഴിഞ്ഞ് ഛർദിച്ചിരിക്കണം. ഒരാളതാ ഇവിടെ ആകെ ഛർദിയും കരച്ചിലും. ജസ്റ്റ് നമ്പർ 2 ഛർദിക്കാം. ഫുൾ പ്രിപ്പയർ ആയിട്ട് കോഡ് ലെറ്റർ ഒക്കെ എടുത്തിട്ട് പോകണം. ഒരു കോഡ് ലെറ്റർ കഴിഞ്ഞു, ഇവിടെ 1 കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ 3 വീതം ആയി രണ്ടാളും. ഓ, ഞങ്ങള് ഒരു ഹിൽ സ്റ്റേഷനിലെത്തി. തണുപ്പ് സഹിക്കാതെ ഓരോരുത്തർ കോട്ടുകൾ ധരിക്കണ്. ഇർഷാദ് ഏകദേശം 3 ബനിയനും 2 ടീഷർട്ടും 2 ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് മാറ്റി സെറ്റായി. ഞാനതാ മൂടപ്പെട്ട മനുഷ്യൻ. എങ്ങനെയുണ്ട്? അടിപൊളി വൈബ്. നമുക്ക് ഇതില്ല, ജാസില്ലേ, ഉണ്ട് സഖി. എന്തിനാ പിണക്ക്? നമ്മളിവിടെ വരുന്നതിനെ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. റീലുണ്ടാക്കിയല്ലേ? ഇല്ല പൊന്നെ കൽബ് വേദന. തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. രാത്രി ചിക്കൻ റൈസാണ് കഴിക്കുന്നത്. ഫുഡ് എങ്ങനെയുണ്ട്? 16 ഡിഗ്രി ഉള്ളൂ. രാവിലെ ചിലപ്പോൾ കുറയും. 3 മണി നേരത്തെ മൂന്നാർ ഹില്ലിൽ
മൂന്നാർ ടൗണിൽ ഒരു ചായ. ഒരു ഹായ് കൊടുക്ക ഋഷു. ഇതോടുകൂടി ഞാൻ ക്ലിക്ക് ആവും. ഒരു മോതിരം തൽക്കാലം തരും. എല്ലാരും ചൂട് കായാണ് ഊട്ടിന്ന്, സോറി മൂന്നാർ. ഋഷി ഇരിക്കണില്ല, കാരണം ഋഷിന് പകുതി ചൂട് മതി, അല്ലാണ്ട് തിരിച്ച് നീക്കാൻ കഴിയാത്തോണ്ടല്ല. ശ്യാമള പറയൂ, എങ്ങനെയുണ്ട്? അത് ഋഷുവിന്റെ പ്രത്യേകത, ഋഷു കോമഡികൾ പഠിച്ചു വന്നിട്ടുണ്ട്. രാവിലെ എല്ലാരും ജീപ്പ് കാത്ത് വെയിറ്റ് ചെയ്യാണ്. ഹർഷുലടെ ഋഷു. അപ്പൊ നമ്മളെല്ലാരും പോവാണ്. സാബുക്ക മുതൽ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രോ എന്താ നെയ്മ്? പ്രകാശ് ബ്രോന്റെ മാഗി നൂഡിൽസ്, ഓംലെറ്റ്, ക്യാരറ്റ് ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഷെഫിക് പാർക്കിംഗ് ഓർ കാർ. ഒരു മാസ്റ്റർ ഷെഫ് ആണ്. ഒരു മറി അങ്ങനെ അതോ ഓക്കെ. ഓ മോഹൻ ഇത് നിലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ബ്ലോഗർ ആക്കിയതന്നെ. ഇതുവരെ മുട്ട പൊരിക്കുന്നത് കാണാതെ നോക്കി നിൽക്കുന്ന പോലെയാണ് അഞ്ചു നോക്കി. ഋഷുവിന്റെ നൃത്തം കണ്ടാ തോന്നുന്നത് ഋഷു പറഞ്ഞാന്ന് അല്ല, ഞാൻ പറഞ്ഞു. ഒരു തട്ടുകടയിൽ കയറിയപ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള രണ്ടാളുകൾ ഒരു തട്ടുകട നടത്തുന്നത് കണ്ടു. സ്വന്തമായിട്ട് മൂന്നാറിൽ തട്ടുകട. ഋഷു കാണുമ്പോഴൊക്കെ ബിസിനസ് ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉള്ള ഒരാള്. അധ്വാനിക്കുന്ന ഒരു അഭിമാനമല്ലേ? ഒരു 10,000 bucks ഒക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. മാസത്തിൽ 3 lakhs rupees. അത്രേ ഉള്ളൂ. Turn right onto Chitavarai Junction to Top Station Road, Munnar, Top Station Highway. ഒരു മിനിറ്റ് സ്റ്റേ ആണ്. അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കാണുന്നവരെ വണ്ടി നിർത്താൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. രാവിലെ ആരംഭിച്ചു കടന്നവരാണ്, മോർണിംഗ് ആരംഭിച്ചു. ഓ അങ്ങനെ കിട്ടില്ലേ? ഹൈവ സെറ്റ്. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോ തന്നെ ഫുൾ വീഡിയോ. കാരണം എന്താ പറയാ, പുലിയുണ്ട്. മതിയോ? അതെ, ഓനം താങ്ങി കൊടുക്കും, നല്ല നടക്കും. മതിയോ?
വരയാട് ഭയങ്കര വലിയ കൊമ്പുള്ള അല്ല വരയാടുകളല്ലേ? മിഥുൻ ഭയങ്കര സൈസാണ് അതിനെ കാണാൻ. ആ പൈസ രോമുള്ള ഒരു വരയാടല്ല കാക്ക പോത്ത് വലിയ ഇതാ. രണ്ട് ഷെയ്ഡാണ് അതിന്. കാട്ടുപോത്ത്. ബ്രൗണും ക്രീമിഷ് കളറും. ആടുമല്ല മാനുമല്ല അതല്ലേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് കൊടുക്കേ. പെട്ടുപോയി ഗ്ലൂക്കോസ് പൊടി. ഇപ്പൊ സമയം 6 മണി, ഈവനിങ് 6 മണി. ബട്ട് ദ ടൈം അഞ്ചു എന്താ പറഞ്ഞു കൊടുത്ത ഇംഗ്ലീഷിൽ? ഇപ്പൊ വെറും 6 മണി നേരം. പക്ഷേ ഓ ഇതെങ്ങനെയുണ്ട്? പൊളി ഗൈസ്. ഇയാളാണ് കേട്ടോ. അല്ല ലൈവ് അല്ലേ, നെറ്റ് ഇല്ലാതെ. സപ്പിക് വി ആർ ഇൻ ദിസ്. ഹലോ ഗായ്സ്, ഇതെന്തെങ്ങനെ ഞങ്ങള് തിരിച്ചു പിടിച്ചു നോക്കി. ഇല വീഴ ഇതോടെ വർഷം ചിലന്തിമല ഞാനൊരു ചിലന്തിമല ആന ഇടഞ്ഞേ. എടാ ആന ചെരിഞ്ഞേ. എടാ ആന ചെരിഞ്ഞടാ. മല ഒരു മല ഞങ്ങൾ ചുമന്ന് വരുന്നടാ. എല്ലാവരും ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് റെസ്റ്റിലാണ്. ഇർഷൂദ ജഗ്ഗോടുക്കനെ കൊണ്ടുവന്ന് ഫ്ലാസ്ക് കൊടുക്കനെ വന്ന് ചായ കുടി. ക്യാമ്പ് കഴിഞ്ഞ് ക്യാമ്പ് വിശേഷങ്ങളൊക്കെ. ക്യാമ്പിന്റെ യാതൊരു സംഭവം ഉള്ളിലില്ല. ക്യാമ്പിലെത്തിയോടെ ഓൻ പോയി. ബ്ലോഗിന്റെ പ്രത്യേകത ക്യാമ്പ് തുടങ്ങണ അതുവരെ ഉള്ളതുകൊണ്ട് തിരിച്ചു പോണതും ഉണ്ടാകുന്നില്ല. ക്യാമ്പ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉള്ളിലില്ല. അവിടെ പ്രകൃതി മോനുണ്ട് വണ്ടിയില്. ബാക്കിയൊക്കെ നമ്മളെ പഴയ ടീം. അത് വളരെ നീറ്റായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും കണ്ണ് കാണില്ല. വളരെ കുറഞ്ഞ ഒരു വ്യൂ മാത്രമേ കാണുന്നുള്ളൂ. മൊത്തം ഫോഗാണ്. കിടിലൻ ഫോഗ്. എന്താണ് കിടിലൻ? ഒന്നും പറയാനില്ല. ഓക്കെ, പണ്ട് ഞാൻ അങ്ങ് ദുബായിൽ പോയപ്പോൾ അബുദാബിയിൽ പോയ സമയത്ത് എനിക്കിതുപോലെ എക്സ്പീരിയൻസ് കിട്ടും. കോട ആര് കോട? ഞാൻ കോട മൊത്തം ഉള്ളിലൊക്കെ ഞാൻ ഒട്ടുകനെ നോക്കണം.